ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് പ്രധാനമായിട്ടും വന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിൽ നിന്ന് 1 കിലോ 900 ഗ്രാം കഞ്ചാവ് ഒരു മുറിയിൽ നിന്നും 10 ഗ്രാമിൽ താഴെ കഞ്ചാവ് വേറൊരു മുറിയിൽ നിന്നും ഹോസ്റ്റൽ റൂമിൽ നിന്ന് കണ്ടെടുത്തായിട്ടുള്ള വാർത്തയാണ് ഇന്ന് അധികമായിട്ട് നാം ശ്രദ്ധിക്കപ്പെട്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പഠിക്കുവാനായിട്ട് കോളേജുകളിലേക്ക് അയക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളാണ് പലപ്പോഴും ഗവൺമെന്റ് ഹോസ്റ്റലുകൾ തിരഞ്ഞെടുക്കുവാനായിട്ട് തയ്യാറാകുന്നത്. 50 രൂപയോ 100 രൂപയോ ഒരു മാസം ഫീസ് കൊടുത്താൽ മതിയാവും. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഗുരുതരമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. മുൻപ് അവിടെ നിന്ന് പഠിച്ച് പുറത്തു പോയ സീനിയർ വിദ്യാർത്ഥികൾ അവരുടെ സ്വാധീനവും അവരുടെ ചില രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തിരികെ ആ കോളേജിലേക്ക് വരികയും പലവിധമായ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ, പലവിധമായ കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാക്കുവാൻ അവിടുത്തെ വാർഡന്റെ സഹായത്തോടു കൂടി തന്നെ അവർ പെരുമാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇന്ന് കോളേജുകളിൽ നടക്കുന്ന റാഗിങ് എന്ന് പറയുന്നത് പണ്ട് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു റാഗിങ് അല്ല. പണ്ട് ഒരു തമാശന് വേണ്ടിയിട്ട് ഡാൻസ് കളിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓടിക്കുക, ചാടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ശിക്ഷകളാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് കോളേജുകളിൽ നടക്കുന്ന റാഗിങ് എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ നിലയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, അത് നല്ലതിനാണോ മോശത്തിനാണോ എന്ന് എനിക്കറിയില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് പോകുന്ന സമയത്ത് ഷഡ്ഡി ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല, ഒരു നിയമമായിരുന്നു അത് ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ. അതുപോലെ തന്നെ ബാഗുമായിട്ട് കോളേജിലേക്ക് പോകാനായിട്ട് പാടില്ല. പഠിക്കാൻ പോകുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് പോകുമ്പോൾ ബാഗ് കൊണ്ടുപോകാൻ പാടില്ല, പുസ്തകം മാത്രം എടുത്തുകൊണ്ട്, ബുക്കുകൾ മാത്രം എടുത്തുകൊണ്ട് പോകുവാനായിട്ട് പാടുള്ളൂ. അവർക്ക് ആരോടെങ്കിലും വിരോധം തോന്നിയാൽ അവന്റെ ഉറക്കത്തെ അവർ കെടുത്തും. രാത്രിയിൽ അവർ പന്ത് കളിക്കും. അതായത് ആ കോളേജ് റൂമിന്റെ വെളിയിൽ അവർ പന്ത് കളിക്കുകയും കിടന്നുറങ്ങുന്ന വിദ്യാർത്ഥിയുടെ ഡോറിലേക്ക് നിരന്തരമായി പന്തടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇന്ന് നടക്കുന്ന പീഡനങ്ങൾ എന്ന് പറയുന്നത് വാക്കാലുള്ള പീഡനം വളരെയുണ്ട്. കോളേജ് വിദ്യാർത്ഥികളെ പേര് വിളിച്ച് അസഭ്യം പറയുക, അപമാനിക്കുന്ന രീതി, ശാരീരികവും മാനസികവുമായ രീതിയിലുള്ള കളിയാക്കലുകളും ഭീഷണികളും ഇന്ന് കോളേജുകളിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈംഗിക പീഡനം, ലൈംഗിക ചുവയുള്ള സംസാരം, സ്പർശനം, മറ്റ് ലൈംഗിക അതിക്രമങ്ങളെല്ലാം ഇന്ന് കോളേജ് ഹോസ്റ്റലുകളിൽ നടക്കുന്നുണ്ട്. മറ്റൊന്നാണ് സാമ്പത്തിക ചൂഷണം. സീനിയർ വിദ്യാർത്ഥികളെ ജൂനിയർ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുക, അവരെ കൊണ്ട് ചില സാധനങ്ങൾ വാങ്ങിപ്പിക്കുക, എല്ലാ കോളേജുകളിലും നടക്കുന്നുണ്ട്. അത് ചിലയിടത്ത് ചില ബുക്ക് വാങ്ങാനോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ ചിലയിടത്ത് അത് ബ്രാൻഡി വാങ്ങുവാനും മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങുവാനും ഈ കുഞ്ഞുങ്ങളെ ജൂനിയർ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ജോലി ചെയ്യിക്കുക. സീനിയർ വിദ്യാർത്ഥികളുടെ വർക്ക് ജൂനിയർ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതായിട്ട് വരിക. അതിലെല്ലാ തരത്തിലുള്ള ജോലിയുണ്ട്. അവരുടെ പഠന ഭാഗത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ ബുക്ക് എഴുതി കൊടുക്കുക, പല കാര്യങ്ങളും അതിനകത്തുണ്ട്. മുതിർന്ന വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ ജോലികൾ വരെയും അവർ ജൂനിയർ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, ഇതൊന്നും അവർ പറയുന്നത് കേൾക്കാതെ വന്നാൽ ആ വിദ്യാർത്ഥിയെ അവരെ ഒറ്റപ്പെടുത്തും, അവരെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തും. മറ്റുള്ള എല്ലാവരോടും പറയും അവനുമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്ന് വാൺ ചെയ്യും. അതോടുകൂടി ആ വിദ്യാർത്ഥി അവിടെ ഒറ്റപ്പെടും. പിന്നീട് ചൂടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പൊള്ളലേൽപ്പിക്കുക, നിർബന്ധിച്ച് വ്യായാമം ചെയ്യിക്കുക, തവള ചാടിക്കുക, പല വിധത്തിലുള്ള രീതികൾ കോളേജ് ഹോസ്റ്റലുകളിൽ നടക്കുന്നത് നമുക്ക് വളരെ വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ വീട്ടിലിരുന്ന് അവരെ പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കളായ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം ഇത് അറിയുമ്പോഴാണ് നമുക്കത് കൂടുതൽ വേദന ഉണ്ടാകുന്നത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് യൂണിയനിൽപ്പെട്ട ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലും എനിക്ക് ഈ കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കാൻ ചെല്ലുന്ന കോളേജുകളിൽ നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ചൂഷണം ഉണ്ടായാൽ, ഇങ്ങനെയുള്ള സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ഇങ്ങനെയുള്ള പീഡനങ്ങൾ നേരിട്ടാൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടരുത്. അവിടെയുള്ള വാർഡനോട് ഇത് പറയാൻ നിൽക്കണ്ട. കാരണം വാർഡനും ആ വിദ്യാർത്ഥികളും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അവിടെയുള്ള സെക്യൂരിറ്റിയുമായിട്ട് അവർക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. എന്നാൽ നിങ്ങൾ നേരെ കോളേജ് അധികൃതരെ സമീപിക്കുകയും ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഭാവിക്ക് അതൊരു ദോഷവും സംഭവിക്കില്ല. അത് അറിയിക്കാതിരുന്നാലാണ് നിങ്ങളുടെ ഭാവിക്ക് ദോഷം സംഭവിക്കുക. അതുപോലെ ഇന്ന് ധാരാളം ഹെൽപ്പ് ലൈൻ നമ്പറുകളെല്ലാം നമുക്ക് ലഭ്യമാണ്.
ആ നമ്പറുകളിൽ ബന്ധപ്പെടുക, പോലീസിൽ നേരിട്ട് പോയി പരാതി കൊടുക്കുക. നിങ്ങളെ ആരും ഒന്നും ചെയ്യുവാനായിട്ട് പോകുന്നില്ല, നിങ്ങൾ അതിന് മുതിരണം. അങ്ങനെ മുതിർന്നില്ല എങ്കിൽ അനേക കുഞ്ഞുങ്ങളുടെ ഭാവി വളരെ അപകടകരമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇന്ന് വർദ്ധിച്ചു വരുന്നത്? യുവതലമുറയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഭാരവും വളരെ വേദനയും വളരെ സങ്കടവും തോന്നാറുണ്ട്. ഇതെല്ലാം വർദ്ധിച്ചു വരുന്നതിന് പിന്നിൽ ഒരു കാരണമെന്ന് പറയുന്നത്, പണ്ടൊക്കെ കുഞ്ഞുങ്ങൾ ഒരു ബീഡി, ചില വിദ്യാർത്ഥികൾ മാത്രം ഒരു ബീഡിയോ ഒരു സിഗരറ്റോ അത് വളരെ രഹസ്യമായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ബാത്റൂമിൽ എല്ലാവരും സ്കൂളിൽ കയറുന്ന സമയത്ത് ബെല്ലടിക്കുമ്പോൾ എല്ലാവരും സ്കൂളിലേക്ക് കയറുമ്പോൾ ആരും കാണാതെ ആരും അറിയാതെ പോയി മാറി നിന്ന് വലിക്കുന്ന ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് ഹോസ്റ്റലുകളിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ വളർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു അധ്യാപകൻ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ നേരിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അധ്യാപകനും അവിടെ ഒറ്റപ്പെടും. കാരണം വിദ്യാർത്ഥി സംഘടനകൾ വലിയ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാലയളവാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ഒരു വൃത്തികേട് കാണിച്ചാൽ, ഒരു മോശം പരിപാടി കാണിച്ചാൽ, അത് ചോദ്യം ചെയ്തു പോയാൽ ആ അധ്യാപകനോ അധ്യാപികയോ അവിടെ ഒറ്റപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അവരും ഭയത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങളെ സമീപിക്കുന്ന ഒരു രീതി ഇന്ന് കണ്ടുവരുന്നത്. കാരണം ഒന്ന് തല്ലാൻ പോയാൽ, ഒന്ന് വടി ഓങ്ങിയാൽ, ഒരു അധ്യാപകൻ മുടി വെട്ടാൻ പറഞ്ഞതിന്റെ പേരിൽ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. അദ്ദേഹത്തിന് പെൻഷൻ പോലും കിട്ടിയിട്ടില്ല, ഒരു പ്രിൻസിപ്പള്. അപ്പോൾ ആ പയ്യൻ വളരെ അധികം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. അവനെ മോശമായിട്ട് സംസാരിച്ചു എന്നെല്ലാം പറഞ്ഞ്, വളരെ അധിക്ഷേപിച്ചു എന്നെല്ലാം പറഞ്ഞ് വാർത്ത പ്രചരിപ്പിച്ച് അദ്ദേഹത്തിന് പെൻഷൻ പോലും മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. അപ്പോൾ അധ്യാപകർ പോലും ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികളെ അധികം ശാസിക്കാനോ അധികം താക്കീത് ചെയ്യാനോ തുനിയുന്നില്ല. കാരണം അവർക്കും ഭയമുണ്ട്, അവരും ആ ഒരു ഭയത്തിന്റെ ഇതിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ടൊക്കെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു ദൈവഭയം ഉണ്ടായിരുന്നു. ഇന്ന് മനുഷ്യന് അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവഭയം എങ്ങും കാണുവാനായിട്ടില്ല. ആര് നശിച്ചാലും കുഴപ്പമില്ല, ആരെത്ര മോശമായിട്ട് ജീവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക് വളരെ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം എല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം, പുതിയ നിയമത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിൽ ഉണ്ട്, സമാധാന മാർഗം അവർ അറിയുന്നില്ല, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ദൈവഭയമില്ലാത്ത ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ കഷ്ടങ്ങളാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും പേടിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു ഹോട്ടലിൽ നിന്ന് പൊറോട്ട ഇറച്ചി വാങ്ങിയപ്പോൾ അതിന് ഗ്രേവി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അടി ഉണ്ടാവുകയും അവിടെ ആ ഹോട്ടൽ ഉടമയെ ചട്ടകം കൊണ്ട് അടിച്ച് അദ്ദേഹത്തിൻ്റെ തല തകരുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മനുഷ്യൻ വളരെ അസഹിഷ്ണുതയോടെ ജീവിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. ദൈവഭയമില്ല, എവിടെയും ദൈവഭയമില്ല. പണ്ടൊക്കെ സ്കൂളുകളിലേക്ക് സുവിശേഷ പ്രവർത്തകർ, ആത്മീയരായിട്ടുള്ള ആളുകളെല്ലാം കടന്നു ചെല്ലുകയും സുവിശേഷ പ്രതികൾ അവിടെ കൊടുക്കുകയും ആ സ്കൂളിന് വേണ്ടി ആ കോളേജിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും അനുവദനീയമല്ല. അവിടെ ഒന്നും കയറി ചെല്ലുവാനോ അവിടെ സമാധാനത്തിന്റെ സുവിശേഷം പറയുവാനോ ഒന്നും സാധ്യമല്ല. കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ദൈവഭയം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു. അധികാരികളിൽ നിന്നും ഭരണകർത്താക്കളിൽ നിന്നും പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്നും ദൈവഭയം ഇല്ലാതെയായി. ഒരുപക്ഷെ ഇന്ന് ഇപ്പോൾ ഈ കോളേജിൽ നടന്ന സംഭവത്തിൽ പിടിക്കപ്പെട്ട വിദ്യാർത്ഥികൾ പലരും ചിലപ്പോൾ നിരപരാധികളായിരിക്കാം. കാരണം അവർ താമസിക്കുന്ന റൂമിലായിരിക്കില്ല ഇത് ബിസിനസ് നടത്തിയിരിക്കുന്നത്, വേറെ ആരുടെയെങ്കിലും റൂമിൽ കൊണ്ടുവച്ചിട്ടായിരിക്കാം ഇതെല്ലാം നടത്തിയിരിക്കുന്നത്. അങ്ങനെയും ചതിയും വഞ്ചനയും എല്ലാം നടക്കുന്ന ഒരു കാലയളവിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, അവരുടെ അധരങ്ങൾക്ക് കീഴെ സർപ്പവിഷമുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. ആരെയെങ്കിലും ചതിക്കുന്നതിന് ഒരു മടിയും ഇല്ലാത്ത ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നാം വളരെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സ്കൂളിലേക്ക് അയക്കുമ്പോൾ നാം വീടുകളിൽ ഇരുന്ന് വെറുതെ സീരിയൽ കണ്ട് സമയം കളയാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ 2 മക്കളും പഠിക്കുന്ന സമയത്ത് ഞാൻ ആ പഠിക്കുന്ന കോളേജിനും സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അവിടെയുള്ള അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവഭയം ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിയായ നിലയിൽ വളർന്ന് അവരെ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന്
കാണുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ കർത്താവെ വലിയ ഞെട്ടലുകൾ ഉണ്ടാകുന്നു. കർത്താവെ ആത്മഹത്യകൾ വളരെ പെരുകുന്നു. കർത്താവെ ദൈവമേ, മകൻ അപ്പനെ ചവിട്ടിക്കൊല്ലുന്നു, അപ്പൻ മക്കളെ കൊല്ലുന്നു. കർത്താവെ വളരെ ഗുരുതരമായ നിലയിൽ കർത്താവെ രാജ്യത്ത് വഷളത്വങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ ദൈവമേ, ഒരു ദൈവഭയത്തിന്റെ ആത്മാവിനെ എല്ലാ മനുഷ്യനിലേക്ക് അയക്കണമേ. കർത്താവെ മനുഷ്യൻ ചതിവും വഞ്ചനയും വിട്ട് ദൈവഭയത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം, അധികാരികൾക്ക് ദൈവഭയം ഉണ്ടാകുവാൻ തക്കവണ്ണം, ഭരണകർത്താക്കൾക്ക് ദൈവഭയം ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് അടിയങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. മേലധികാരികൾ, ഞങ്ങളെ ഭരിക്കുന്ന മന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, അവർക്കൊക്കെയും നല്ല ജ്ഞാനവും കൃപയും വിവേകവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നേരോടെ ഭരണം നടത്തുവാൻ, സത്യസന്ധതയോടെ ഭരണം നടത്തുവാൻ കർത്താവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ദൈവഭയം അവരുടെ മേലുണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വപ്പെടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.